നെറ്റ്ഫ്ലിക്സിന്റെ ബീസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമി ഉണ്ട്. ഏകദേശം 3 സീസണാണ് ഉള്ളത്. അതിൽ മൊത്തം 36 എപ്പിസോഡുകളുണ്ട്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് നിങ്ങൾ സുട്ടോപ്പി കണ്ടിട്ടുണ്ടാവും, ബോജാക്ക് ഹോഴ്സ്മാൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം ഏകദേശം ഹ്യൂമൻസുമായിട്ട് സിമിലാരിറ്റി തോന്നുന്ന ആ ഒരു സ്റ്റോറി ലൈനായിട്ടാണ് പോകുന്നത്. ഈ ബീസ്റ്റാർസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഏകദേശം എങ്ങനെയാണ് കറക്റ്റ് ആനിമൽസ് എങ്ങനെ ഒരു ഹ്യൂമൻസ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഒരുപാട് ആക്ഷൻ രംഗങ്ങളും അതുപോലെ ഒരുപാട് ഡാർക്കായിട്ടുള്ള വയലൻസും റൊമാൻസും എല്ലാം ഉള്ള ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ആനിമിയാണ് ബീസ്റ്റാർസ് എന്ന് പറയുന്നത്. കഥയിലെ നമ്മുടെ മെയിൻ നായകനായിട്ട് വരുന്നത് ലെഗോഷി എന്ന് പറഞ്ഞ ഒരു വൂൾഫാണ്. ആ വൂൾഫ് ഒരു ആവറേജ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. അവിടെ തന്നെ റാബിറ്റ് ഉണ്ട്, അതായത് ഒരു ചെറിയൊരു മൊയിൽ ഉണ്ട്, ഹാരു എന്നാണ് പേര്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത്. അതായത് ഒരു വൂൾഫ് അതിൻ്റെ പ്രേയാണ് ഈ റാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഇതിനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടും അതുപോലെ അതിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഈ രണ്ട് ആനിമൽസ് തമ്മിൽ ചേർന്നാൽ എങ്ങനെ ശരിയാവും എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ്ങും അതുപോലെ ആ ഒരു ഭയങ്കര കോംപ്ലക്സ് ഉള്ള കുറേ കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കും. ആക്ച്വലി ഇതിൽ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു കുറച്ച് 18+ ആണ് ഈ ഷോ. അപ്പോൾ ഈ ഹാരു എന്ന് പറഞ്ഞ ആ ഒരു മുയലിനെ ആ ഒരു ഇതിൽ ഇവിടെ പിക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു കിടിലൻ ഷോ ആയിരിക്കും മിസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ വന്നിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ആക്ഷൻ രംഗങ്ങളും അതുപോലെ നമുക്ക് ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവങ്ങളൊക്കെ ഈ ഒരു ആനിമയിൽ വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഒരു എന്താ പറയുക പെട്ടെന്ന് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ മറിച്ച് നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നത് ഇതിനു മുന്നേ ഇതുകൊണ്ടാണല്ലോ എന്നുള്ള ഒരു കറക്റ്റ് പിക്ചർ തരുന്നത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും ബാക്കി വയ്ക്കാതെ എല്ലാം കൃത്യമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത്. അതും വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് ഇതിനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മ്യൂസിക്കും ആനിമേഷൻ എല്ലാം വളരെ ഗംഭീരമാണ്. അപ്പോൾ നമുക്ക് ലെഗോഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് മെയിനായിട്ട് ഈ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു വൂൾഫാണ്. ആ വൂൾഫ് അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഒളിച്ചു വെച്ചിട്ട് അത് എങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ എല്ലാവരുടെ ഇടയിൽ, അതായത് ആനിമൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം പോലെയാണ് അത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഒളിച്ചു വെച്ചിട്ട് ആ വൂൾഫ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ കാണേണ്ടത്. ഇതിനകത്ത് അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഉണ്ട്. എന്തായാലും ബീസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആനിമി നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും ജസ്റ്റ് ഇത് എന്താ പറയുക, ഒരു ആനിമയുടെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. ആൻഡ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് ഒന്ന് കണ്ടു തീർത്തു, അതായത് ഫസ്റ്റ് സീസണിൻ്റെ. ദെൻ അഗെയിൻ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. തേർഡ് സീസൺ ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൂടി കാണണം. അപ്പോൾ എന്തായാലും നിങ്ങളും കണ്ടു നോക്കാം.